നമസ്കാരം, എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നീലിബ്രിങ്കാതി എണ്ണയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് പേര് മെയിലൊക്കെ അയച്ചിട്ട് നീലിബ്രിങ്കാതി ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് ആയുർവേദ ഓയിൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നീലിബ്രിങ്കാതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നീലിബ്രിങ്കാതി ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നീരിറക്കം, സൈനസൈറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നീലിബ്രിങ്കാതി ഉപയോഗിക്കേണ്ട രീതിയും അങ്ങനെ നീലിബ്രിങ്കാതിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുടി വളരാനായിട്ട് അതുപോലെ തന്നെ ചെറിയ മുടികൾ കിളിർത്ത് വരാനായിട്ട്, നന്നായി മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ കിളിർത്ത് വരാൻ, അകാലനരയുള്ളവർക്ക് അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ മുടിയുടെ അടിയിലായിട്ട് സ്പ്ലിറ്റൻസ് ഉള്ള കേസിൽ, പിന്നെ ചിലർക്ക് മുടി വല്ലാതെ നേർമിച്ച് കൊഴിഞ്ഞു പോകും, അതിൻ്റെ കൂടെ തന്നെ മുടിക്ക് തീരെ അങ്ങ് നീളം വെക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ വളരെ എഫക്റ്റീവായിട്ട്, അതുപോലെ തന്നെ താരൻ്റെ കേസിൽ അങ്ങനെയൊക്കെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് നീലിബ്രിങ്കാതി. ഇതിലെ പ്രധാന ചേരുവ പേര് പോലെ തന്നെ ഒന്ന് നീലയമരിയാണ്, പിന്നെ വരുന്നത് ഭൃംഗരാജ അഥവാ കയ്യോന്നി, കഞ്ഞുണ്ണി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിലേക്ക് ഇരട്ടി മധുരം, അതുപോലെ തന്നെ നെല്ലിക്ക, ഉഴിഞ്ഞ, പിന്നെ ആട്ടിൻപാല്, പശുവിൻ പാല്, തേങ്ങാപ്പാല്, എരുമപ്പാല്, കുന്നിക്കുരു പരിപ്പ്, അഞ്ജനക്കല്ല് അങ്ങനെയുള്ള ഔഷധങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു നീലിബ്രിങ്കാതി എണ്ണ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് നീലിബ്രിങ്കാതി കേരമാണ്, അതായത് വെളിച്ചെണ്ണയാണ് അതിൽ ബേസ് ഓയിലായിട്ട് വരുന്നത്. തൈലത്തിലാണെങ്കിൽ നല്ലെണ്ണ അഥവാ തിലതൈലത്തിലാണ് നീലിബ്രിങ്കാതി തൈലം വരുന്നത്. അപ്പോൾ നീലിബ്രിങ്കാതി തൈലം എന്ന് പറയുന്നത് കുറച്ചുകൂടി കട്ടി കൂടുതലായിരിക്കും. പൊതുവേ നീലിബ്രിങ്കാതി ഓയിലിന് കുറച്ച് കട്ടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. വളരെ നല്ലൊരു ഗന്ധമുള്ള ഒരു ഓയിലും കൂടിയാണ് നീലിബ്രിങ്കാതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നീലിബ്രിങ്കാതി ഓയിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക, അതല്ലെങ്കിൽ മുടി കൊഴിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളവർക്ക് എണ്ണ തേക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എണ്ണ നമ്മൾ കൈക്കുമ്പിളിലെടുത്ത് നിറകിൽ ഒഴിച്ച് തേച്ച് കുളിക്കുക എന്നുള്ളതാണ് എണ്ണ തേച്ച് കുളിക്കുന്നതിൻ്റെ ഒരു ശരിക്കുള്ളൊരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഓയിലും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എല്ലാവർക്കും. ഇപ്പോൾ നീലിബ്രിങ്കാതി എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം തണുപ്പ് കൂടിയ ഒരു ഓയിലാണ്. അപ്പോൾ സാധാരണ ചിലർക്കൊക്കെ കണ്ണിൽ കുരു ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ചൂട് കൂടിയിട്ട് ചൂടിറങ്ങിയിട്ട് കണ്ണിൽ കുരു ഉണ്ടാവുക, അതുപോലെ തന്നെ ഉറക്കക്കുറവുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ നീലിബ്രിങ്കാതി എണ്ണ വളരെ ബെസ്റ്റാണ്. അപ്പോൾ നല്ല ഉറക്കം കിട്ടാനായിട്ട്, നല്ലൊരു കുളിർമ കിട്ടാനായിട്ടൊക്കെ തന്നെ അത് സഹായിക്കും. അതേസമയം ചിലർക്ക് സൈനസൈറ്റിസും നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, തലവേദന, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം എണ്ണയൊക്കെ തലയിലിട്ട് കഴിഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങൾ, ഇപ്പോൾ കോൾഡ്, പനി അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓയിൽ കുറച്ചെടുത്ത് നമ്മൾ നെറുകിൽ ഒഴിച്ച് കുളിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ രീതി. എന്നിരുന്നാലും ഇപ്പോൾ സൈനസൈറ്റിസും അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അവർക്ക് മറ്റൊരു രീതിയിൽ ഇത് യൂസ് ചെയ്യാം. അതായത് എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 3-4 ഡ്രോപ്പ് മാത്രം എടുത്ത് നന്നായിട്ട് മുടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുടി അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ കുറച്ച് എണ്ണ കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യണം. അപ്പോൾ ആ ഒരു ചൂട് വരും എണ്ണയ്ക്ക്. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എണ്ണ ഇടുന്ന സമയത്ത് നമ്മൾ മുടി വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഷാമ്പുവോ അല്ലെങ്കിൽ താളിയൊന്നും ഇട്ട് കഴുകേണ്ട ആവശ്യം വരുന്നില്ല. ഇനി തേച്ച് കുളിക്കുമ്പോൾ, അതായത് എണ്ണ എടുത്ത് നമ്മൾ നെറുകിൽ ഒഴിച്ച് തേച്ച് കുളിക്കുന്ന കേസിലാണെങ്കിൽ എണ്ണ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക്, അതായത് സൈനസൈറ്റിസ് ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് അങ്ങനെ തേച്ച് കുളിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് ഒക്കെ പിടിച്ചതിന് ശേഷം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ബാത്ത് പൗഡർ അല്ലെങ്കിൽ ചെറുപയർ പൊടി, താളി ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ഓയിൽ കളയാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും തന്നെ തേച്ച് കളയാനായിട്ട് താളി ഉപയോഗിക്കുന്നത്, നോർമലായിട്ടുള്ളവർക്ക് താളി യൂസ് ചെയ്യാം. പക്ഷെ പൊതുവെ താളികളൊക്കെ തന്നെ കുറച്ചുകൂടി തണുപ്പായിരിക്കും. അപ്പോൾ അല്ലാത്തവർ, പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, നീരിറക്കമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താളി യൂസ് ചെയ്യേണ്ട. പകരം ഒരു ഹെർബൽ ബാത്ത് പൗഡർ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ഓയിലിൻ്റെ അംശം കളയുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഓയിലിന് നല്ലൊരു ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഓയിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ അത് മുടിയിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ സ്കാൽപ്പിലൊക്കെ തന്നെ ഇരുന്നിട്ട്, ഇപ്പോൾ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ താരൻ്റെ പ്രശ്നമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള പോലെയാണ്. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 1, 2, 3 ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ അത് കളയുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അത് ഇരുന്ന് വീണ്ടും വീണ്ടും താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും.
പിന്നെ അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇപ്പോൾ ഡെയിലി എണ്ണ തേച്ച് ഒരുപാട് എണ്ണ ഇട്ട് കുളിക്കാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വാഷ് ചെയ്ത് കളയും, എന്നും ഷാമ്പു ഇടാനെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതേസമയം മുടി കൊഴിച്ചിലും അതുപോലെ താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ 1-2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നന്നായിട്ട് ഹെവി ഓയിലിംഗ് ചെയ്യുക. ബാക്കിയുള്ള ദിവസമൊക്കെ ഒരു 3-4 ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുടി അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ കുറവാണെങ്കിൽ പോലും അത് പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നതെന്ന് വെച്ചാൽ അന്ന് നന്നായിട്ട് ഓയിൽ ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ ഇത് യൂസ് ചെയ്യാം. പിന്നെ സൈനസൈറ്റിസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നീലിബൃങ്കാതി യൂസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുരുമുളക് ചതച്ചിടുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കുപ്പി ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ കുരുമുളക് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഈ കുപ്പിയിൽ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊരു പ്രശ്നം പറയുന്നത് ഇത് യൂസ് ചെയ്യുമ്പോൾ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും മുടി കൊഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് നീലിബൃങ്കാതിക്ക് മാത്രമല്ല, പല ഓയിലും നമ്മൾ ഉപയോഗിക്കാതെ പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത് പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഓയിൽ പെട്ടെന്ന് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു മാസമൊക്കെ നമ്മൾ 1-2 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു 6 മാസത്തേക്കെങ്കിലും ഒക്കെ തന്നെ ഒരു ഓയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നീലിബൃങ്കാതിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലിബൃങ്കാതി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ മാറ്റിക്കഴിഞ്ഞാലും ഈ ഒരു മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. അതേസമയം സൈനസൈറ്റിസും നീരിറക്കവും പനി ചുമ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ്സിലൊക്കെ തന്നെ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എണ്ണ മാറ്റണം. കാരണം ഈ ഒരു എണ്ണയ്ക്ക് പൊതുവേ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആൽമണ്ട് ഓയിലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ രീതികളിലൊക്കെ നിങ്ങൾ നീലിബൃങ്കാതി ഉപയോഗിച്ച് നോക്കൂ. നല്ല റിസൾട്ട് തരുന്ന ഓയിൽ തന്നെയാണ്. പക്ഷെ എപ്പോഴും ഏത് ഓയിൽ ഉപയോഗിക്കുമ്പോഴും നമുക്കത് പിന്നെയുള്ള ഒരു 6 മാസത്തേക്കെങ്കിലും മിനിമം അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അങ്ങനെ അവൈലബിൾ ആയിട്ട് കിട്ടാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു മാസത്തേക്ക് മാത്രമായിട്ട് ഒരു ഓയിൽ ഉപയോഗിച്ച് പിന്നെ വേറൊരു ഓയിൽ ഉപയോഗിച്ച് അതിന് വേണ്ടി നിൽക്കണ്ട. അങ്ങനെയുള്ള കേസിൽ മറ്റ് ഓയിൽസ് ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ആയുർവേദ ഓയിൽസ് ഒന്നും കിട്ടാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ സാധാരണ കാച്ചിയ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലും തുടർച്ചയായിട്ട് ഒരു 6 മാസം നമ്മൾ അത് തന്നെ യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഓയിലിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ഏത് ഓയിലാണെങ്കിലും അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോഴാണ് അത് ഓയിലെന്നല്ല ഹെയർ പാക്കുകളും ഒക്കെ അങ്ങനെയാണ്. എപ്പോഴും മാറി അല്ലെങ്കിൽ എപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ഹെയറിൽ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അസുഖങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിയാനായിട്ടൊക്കെ തന്നെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നതെന്ന് ആദ്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഓയിൽ ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുന്ന ഓയിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കൂടെ നല്ല ഡയറ്റും കൂടെ അതിൻ്റെ കൂടെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.